ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. വീക്കെൻഡാണ്, അപ്പോൾ സാറ്റർഡേ പരിപാടിയും ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് സൺഡേ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. സോ ചുമ്മാ ഒരു പാർക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാണ്. 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഫുള്ളും വാക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പയ്യെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് മാപ്പ് ഇട്ടിട്ട്. ഏകദേശം പകുതി വരെ ലൊക്കേഷൻ അറിയാം. അപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുത്ത് നമ്മളങ്ങനെ നടക്കുന്നു. മാഡം പയ്യെ ബസ്സിലൊക്കെ പോകാനുള്ള മൂഡിലായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ സാധാരണ അങ്ങനെയാണ്. ഞാനാണത് ഷൂ ഒക്കെ ഇട്ടിട്ട് നടന്നു പോകാന്നുള്ള രീതിയിൽ ഇറങ്ങിയേക്കാണ്. സോ നമുക്ക് നേരെ പാർക്കിലോട്ട് പോകാം. എന്താ നടക്കാൻ മടിയാന്ന് പറഞ്ഞോണ്ടാണോ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 100-150 മീറ്ററോളം നടന്നു. നമ്മുടെ റൂമിൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു സ്റ്റോപ്പാണിത്. ഇവിടെ മെട്രോ സ്റ്റേഷനുണ്ട്, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട്. മുസാറ്റ് പ്ലാറ്റ്സ് എന്നാണ് സ്റ്റേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ ആയിട്ട് കൂടുതൽ ഇവിടെ വന്നിട്ടാണ് ബസ് കയറാറുള്ളത്. 1/2 കിലോമീറ്റർ ഗ്യാപ്പിൽ എല്ലാവരുടെയും മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ലോക്കൽ ട്രെയിൻ സ്റ്റേഷനെങ്കിലും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പുറകോട്ട് നോക്കിയാൽ അവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നതും അതിൻ്റെ ചോട്ടിൽ ഒരാളിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് പോലെ കാണാം. അതാണ് ശരിക്കും മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ട് ഇറങ്ങാനുള്ള. മെട്രോ ഒക്കെ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ്. സോ അതിൽ കൂടെ എസ്കലേറ്റർ ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. നമുക്കതിൽ താഴോട്ട് ഇറങ്ങാൻ പറ്റും. ഇതാണ് നമ്മൾ അവിടെ 8:22 എന്ന് ഓർഡർ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്നിട്ടാണ് മേടിക്കുക. 365 ഡിസ്കൗണ്ട് എന്ന് പറയും. സിഗ്നൽ നാട്ടിലെ പോലെ കൈ കാണിച്ച് ക്രോസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഭയങ്കര റൂൾസ് ആണ്. അവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ സൺഡേ വീക്കെൻഡ് ഡേയ്സിലൊക്കെ ഇവിടെ ഇങ്ങനെയായിരിക്കും. അവിടെ കുറച്ച് വാട്ടർ പമ്പ് പോലെയുണ്ട്. അതിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ പേരൻസൊക്കെ ചുറ്റും സൈഡിൽ കൂടെ ഒക്കെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിപ്പുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യകാന്തി പൂവാണ്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു. മൊത്തം ഒരു 2.5 കിലോമീറ്ററോളം ആണ് ഉള്ളത് നമ്മൾ മാപ്പിൽ നോക്കിയപ്പം. നമ്മൾ 1 കിലോമീറ്ററോളം നടന്നു. ഇനി ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ താമസിച്ചിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാർക്കുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ബസ്സിലൊരു പെൺകുച്ചിനെ പരിചയപ്പെട്ടു. അവിടുന്ന് റിസർച്ച് ചെയ്യുന്ന കുറിച്ച്. അപ്പോൾ ആ കുട്ടിയെ പറഞ്ഞ് ഇവിടെ അടുത്ത് ഇങ്ങനെ നല്ല പാർക്കുണ്ടല്ലോ, അപ്പോൾ നല്ല പ്ലേസാണ് ഇവിടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചാണ് പറഞ്ഞത്. അപ്പോഴാണ് മാപ്പിൽ നോക്കിയപ്പോൾ വലിയൊരു പാർക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു 1 സൈഡ് അപ്പുറം, അതും വാട്ടർ ഫ്രണ്ട് ആയിട്ട് തന്നെ. അപ്പോൾ നമ്മളത് ശരി എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് പറഞ്ഞ് പോവാണ്. ഇത് ചെറുതായിട്ട് കണ്ണു കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. ഇതിപ്പോൾ എന്താണെന്ന് പറയാം. അതായത് റോഡ് സൈഡ് ചുമ്മാ സാധനങ്ങളൊക്കെ ഒരെങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഒരു ഗാർഡനും ഉണ്ട്. അപ്പോൾ ഗാർഡനിലേക്ക് വരുന്നവർക്ക് ഇത് നോക്കിയിട്ട് ഏതെങ്കിലും വേണമെങ്കിൽ എടുക്കാമെന്നുള്ള പോലെ ചുമ്മാ ഒരു റോഡ് സൈഡ്, നമ്മുടെ നാട്ടിലേക്കുള്ള റോഡ് സൈഡ് കച്ചവടം എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ചുമ്മാ ഒരു മൊബൈൽ പേ നമ്പർ എഴുതി വെച്ചിട്ട് പോകും. അപ്പോൾ ആർക്കാണെങ്കിലും സാധനം
സാധനം എടുത്തിട്ട് പോയിട്ട് അതുണ്ടോ ആർക്കാണെങ്കിലും സാധനം എടുത്തിട്ട് പോയിട്ട് ജസ്റ്റ് ആ മൊബൈൽ പേ നമ്പറിലുള്ള എമൗണ്ടിൽ ക്യാഷ് അയച്ചാൽ മതി. അത്രയും ഒരു ട്രസ്റ്റബിൾ കൺട്രി ആയിട്ട് ഇത് കാണുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ കാണുന്നതാണ്. അതായത് എന്തെങ്കിലും സാധനങ്ങൾ, ഡ്രസ്സോ അല്ലെങ്കിൽ പിള്ളേർക്കുള്ള ഐറ്റംസോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സ്പെസിഫൈ ആയിട്ട് അവിടെ ഉണ്ടാവില്ല. അവരിങ്ങനെ മൊബൈൽ പേ നമ്പർ കൊടുത്തിട്ട് പോകും. അത് വൺ ഓഫ് ദ ട്രസ്റ്റബിൾ കൺട്രി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ഡെൻമാർക്ക്. ആൾക്കാർ ഇത് കട്ടുകൊണ്ട് പോവില്ല, എടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് പോകും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ജസ്റ്റ് മൊബൈൽ പേയിൽ അയച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതൊക്കെ നടന്ന് പാർക്കിൻ്റെ അടുത്തോട്ട് എത്തിയതാണ് തോന്നുന്നത്. കാരണം കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ വന്ന് തുടങ്ങി. പിന്നെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ കാർ പാർക്കിംഗ് ഏരിയ പോലെ കാണാം. ഇത് ബസ് സ്റ്റോപ്പാണ്. 9 AM ബസ്സാണ് മോസ്റ്റ്ലി ഇവിടെ വരുന്നത്, വേറെ ഒന്നും വരാറില്ല. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നോർത്തേൺ റൂട്ട് എന്നാണ് അർത്ഥം. ഡാനിഷിലാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അപ്പം ഞങ്ങൾ പാർക്കിലെത്തി. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. മരങ്ങളും വലിയ വലിയ മരങ്ങളും രണ്ട് സൈഡിലായിട്ട് വലിയ മരങ്ങളുണ്ട്. നടുക്കൂടെ ഇങ്ങനെ നടക്കാൻ വഴി. എൻ്റെ നടുക്ക് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനുണ്ടാവുക. അതുപോലെ തന്നെ സൈഡിൽ മൊത്തം പുല്ലും കാര്യങ്ങളും. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. വീക്കെൻഡ് സൺഡേയും കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ പാർക്കിലൊക്കെ എത്തി. ഞങ്ങളിവിടെ ചുറ്റും ഒക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ വന്നതിൻ്റെ പുറകിലായിട്ട് അവിടെ ഒരു ചെറിയ ഒരു വെള്ളവും ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട്. ഒരുപാട് താറാവുണ്ട് അതിനകത്ത്. നമ്മൾ നോക്കി കാണാൻ പറ്റും. സൈക്കിൾ എടുത്തിട്ട് വരായിരുന്നു. അപ്പം പിന്നെ നമുക്കിത് ഫുള്ളും കുറേ ഓടിച്ചോടിച്ച് നടന്ന് നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ കയറി അവിടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഉള്ളിലേക്കൊക്കെ കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ പാർക്കിലെത്തിയിട്ട് താറാവിനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് ഉള്ളോട്ട് നടക്കാൻ പൂർവ്വമാണ്. ഇത് ശരിക്കും എൻട്രൻസ് ആണ്. ഞാൻ വരാൻ നോക്കിയത് ശില്പം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡെൻമാർക്കിൽ വന്നിട്ട് ഇപ്പോഴാണ് ഒരു ഗ്രൗണ്ട് കണ്ടുപിടിച്ചത്. ഇത് നോക്ക്, ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, കുറേ കോട്ടുണ്ട്. ആരും കളിക്കുന്നൊന്നുമില്ല, എന്നാലും എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഡെൻമാർക്കിൽ വന്നിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ടൊക്കെ എന്തായാലും നല്ല വൃത്തിയായിരിക്കും. നമുക്കിപ്പോൾ ഇരിക്കാൻ തോന്നിയാൽ ഇവിടെ ഇപ്പം ഇരിക്കാം. അത്രയും ഒരു വേസ്റ്റ് പോലും ഇല്ലാതെ അത്രയും നീറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ശില്പ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. ഗോളിയാണ് പോസ്റ്റിന് നടുക്കിക്ക്. യെസ് ഓക്കെ, ഗോളിയായിട്ട് ഇരുന്നോ. ഞാനിത് ഇപ്പം തൊഴിക്കുന്നതായിരിക്കും. ഇതെന്താ ഈ ചെടി? ഫുട്ബോളാന്ന് വിചാരിച്ചു. പിന്നെ ആകാശ് ടീച്ചേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ ബോളില്ലല്ലോ. ബോളുണ്ടെന്നെ നമുക്ക് ഒരിക്കൽ കൂടെ കളിക്കാം. യെസ്, നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ബോളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഗൈസ് കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ടുള്ളൂ ഗൈസ്. എപ്പോൾ നോക്കിയാലും സ്നേഹിക്കുന്നത് വീഡിയോനെയും ക്യാമറേനെയാണ് ഗൈസ്. എല്ലാം വേണ്ട. അപ്പം ഞാൻ അതിന് ശോഭിതയായിട്ടിരിക്കുകയാണ് ഇവിടെ. ഗൈസ് അപ്പോൾ നമ്മൾ നടന്ന് കുറച്ച് ഏരിയയും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഇടയിൽ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ് ശില്പം പറയുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. ഷോപ്സിൽ നിന്ന് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടോട്ട് കിടക്കാൻ തന്നെ വിചാരിച്ചു. നേരെ ഫ്രണ്ടോട്ട്. ഉള്ളൊരു സിംഹമൊക്കെ ഇരിക്കും. അതെ, നമുക്കത് പോയി നോക്കിയിട്ട് വരാം.
ഇതാണ് ശില്പ പറഞ്ഞ നമ്മുടെ സിംഹം. ഗൈസ്, ആ ചൈനീസുകാരൻ്റെ പ്രതിമയുടെ അതേ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്ന ശില്പയാണ് നമ്മൾ കാണുന്നത്. നമുക്കിനി കാട്ടുപാതയിലൂടെ പോകാം. അങ്ങനെ ഡെൻമാർക്കിലെത്തിയിട്ട് നമ്മൾ വെള്ളം കണ്ടിരിക്കുകയാണ് ഗൈസ്. ചുറ്റും വെള്ളമുള്ള ഈ രാജ്യത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളം കാണുന്നത്. ഡെൻമാർക്ക് ഒരു ഐലൻഡ് പോലെയാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ വന്നിട്ട് ഇതുവരെ ഇവിടെ വെള്ളമുള്ള എവിടെയൊന്നും പോയില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സൈഡ് പാർക്കിൻ്റെ ഏരിയ ഉണ്ട്, മറ്റേ സൈഡിൽ ബീച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ചെറിയൊരു കായൽ പോലെയുള്ള ഏരിയ ഉണ്ട്. ഞാനിങ്ങനെ പതുക്കെ നടക്കണം, കാരണം ഒരു 2-2.5 കിലോമീറ്റർ കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ചെറിയ മടുപ്പ് നമ്മക്കാർക്കൊക്കെ ഇല്ലാതില്ല. ഗൈസ്, നമ്മൾ നടന്ന് ഏതൊരു ഗുദാവിലെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടെ നാട്ടിലെ കാടിനാണ് ഇവരിവിടെ പാർക്ക് എന്ന് പറയുന്നത്. അത് വൃത്തിയാക്കി നടക്കാനുള്ള കുറച്ച് ഏരിയ ഒക്കെ സെറ്റാക്കി, കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ ഒരു സൈഡിൽ ഒതുക്കി വൃത്തിയാക്കിയിട്ടിട്ട് ഇവരതിന് പാർക്ക് എന്ന് പറയും. കാരണം ഇവിടെ ഏക്കർ കണക്കിന് പാർക്കാണ്. പാർക്കെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനോളം ഉണ്ട്. ഒരു 50 ഏക്കറോ 100 ഏക്കറോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതിവിടെ മാത്രമല്ല, ഞങ്ങളിങ്ങനെ മാപ്പിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വെള്ളത്തിനപ്പുറം കാണുന്നത് വേറൊരു പാർക്കാണെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. നല്ല തണുത്ത കാറ്റും പഠിക്കാൻ ഒരു സൂര്യനും ഉണ്ടപ്പോൾ അവര് ബാർബിക്യൂ ഒക്കെ ചെയ്ത് കഴിക്കുന്നു. ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് എന്താ എക്സാക്ട്ലി എന്ന് നോക്കുകയാണ്. ഇവിടെ ബീച്ചിൻ്റെ മണൽ പോലും കാണാനുണ്ട്. കുറച്ച് ആ ഒരു സ്പേസിൽ, അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസിലായിട്ട് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചുറ്റി കണ്ടു, ബീച്ചിൻ്റെ സൈഡിൽ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ തിരിച്ച് പതിയെ നടക്കുകയാണ്. ഇവിടെ എവിടെയോ ഒരു കളി നടക്കുന്നതായിട്ടും കുറേ പേര് കളിക്കുന്നതായിട്ടും സൗണ്ട് കേട്ടു. ഈ വിസിലിൻ്റെ സൗണ്ട്, ബോൾ തട്ടുന്ന സൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ ആൾക്കാർ കളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ സൗണ്ട് ട്രേസ് ചെയ്ത് നടന്ന് വേറൊരു വലിയ ഗ്രൗണ്ടിലെത്തി. ബാക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ സ്റ്റിൽ എക്സ്പ്ലോറിങ് ആണ്. വഴി ഇങ്ങോട്ടാണ് കാണിച്ചത്, അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കാണിച്ചത്. അവിടെ കുറേ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ അതിൽ കൂടെ പോയി ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഇതാണ്. സോ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കുറേ ഫുട്ബോളിൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗ്രൗണ്ടാണ്, ഇവിടുത്തെ പിള്ളേർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ദൂരോട്ട് അങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഒരുപാട് പോസ്റ്റുകളുണ്ട്. നല്ല ലെങ്തായിട്ട് കിടക്കുന്ന ഗ്രൗണ്ടാണിത് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ടർഫ് ഗെയിം ഒക്കെ കളിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. കുറേ ഗ്രൗണ്ടായിട്ട് തിരിച്ചിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഫുൾ ടൈം ഗെയിമാണ്. അത് ഇപ്പോഴും കളിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഒരു മാച്ച് കഴിഞ്ഞോളൂ ഗൈസ്. അപ്പോൾ ഇതാണ് വിന്നിങ് ടീം തോന്നുന്നു. അപ്പുറത്തൊരു ടീമും കൂടെ ഉണ്ട്. സോ അവർ ജയിച്ചിട്ട് അതിൻ്റെ വിന്നിങ് സോങ്സ് ഒക്കെ പാടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സോ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയമായി. ശില്പം ഓൾറെഡി നടന്നങ്ങ് എത്താറായി തോന്നുന്നു. സോ ബൈ ഗൈസ്.